ഇപ്പോൾ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്നും ദിലീപ് കുമാർ കൂടി ചേരുന്നു. ദിലീപ് കുമാർ, വളരെ പ്രധാനപ്പെട്ട യോഗങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡൽഹിയിൽ. അതിന്റെ പ്രാധാന്യം എന്താണ്? അതോടൊപ്പം തന്നെ ഈ അതിർത്തിയിലെ വലിയ സേനാ നീക്കം, ആ സൈനിക നീക്കം, അതിലൊക്കെ കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടായാൽ മാത്രമേ ആ നീക്കങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തുകൊണ്ട് ഇന്ത്യ വളരെ കരുതലോടെ മാത്രം നീങ്ങുന്നു? പ്രജിൻ, ഇന്ത്യയെ സംബന്ധിച്ച് വളരെ കരുതലോടെയാണ് കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നത്. ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന് തിരിച്ചടി നൽകണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ തന്ത്രങ്ങൾ പിഴയ്ക്കാൻ പാടില്ല, ചുവടുകൾ പിഴയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ വളരെ ആലോചിച്ചെടുക്കുന്ന തീരുമാനമാണ് ഇന്ത്യയുടേത്. നിരവധി കൂടിയാലോചനകൾ ഇതിനകം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി പലവട്ടം ചർച്ചകൾ പല തലത്തിൽ നടന്നിട്ടുണ്ട്. നാളെ കേന്ദ്രമന്ത്രിസഭാ യോഗം ചേരാൻ പോവുകയാണ്. അതിനു മുന്നോടിയായാണ് ഇപ്പോൾ ഉന്നതതല യോഗം ഡൽഹിയിൽ പുരോഗമിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിൽ 7 ലോക് കല്യാൺ മാർഗിലെ വസതിയിലാണ് ഈ യോഗം നടക്കുന്നത്. ഈ യോഗത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല 3 സേനാ മേധാവികളും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. കരസേനാ മേധാവി യോഗത്തിൽ ജനറൽ ഉപേന്ദ്ര ദ്വിവേദി യോഗത്തിലുണ്ട്. നാവികസേനാ മേധാവി അനിൽ കെ ദ്വിവേദി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തുടർന്ന് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് ഈ യോഗം ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിക്കേണ്ട കാര്യങ്ങളും ഈ യോഗത്തിൽ ചർച്ചയാകുന്നുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തുകയും ചെയ്യും. അങ്ങനെ ഈ അതിർത്തിയിലെ സംഭവ വികാസങ്ങളെ സംബന്ധിച്ച് നേരത്തെ ഇന്ന് തന്നെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിരുന്നതാണ്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന ഈ യോഗത്തിൽ അതിർത്തി രക്ഷാസേനയുടെയും NSGയുടെയും ഒക്കെ ഉയർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൻ്റെ തീരുമാനങ്ങളും അതോടൊപ്പം തന്നെ ഇപ്പോൾ അതിർത്തി, അതായത് ലൈൻ ഓഫ് കൺട്രോളിന് സമീപം അവിടെയാണ് സൈന്യത്തിൻ്റെ കാവലുള്ളത്. മറ്റ് രാജ്യാന്തര അതിർത്തികളിൽ കാവൽ നിൽക്കുന്നത് BSF ആണ്. ആ കാര്യങ്ങളൊക്കെ തന്നെ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഏതായാലും ഒരു യുദ്ധമുണ്ടാവുകയാണെങ്കിൽ യുദ്ധമുന്നണിയിലേക്ക് സൈന്യം എത്തും. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വളരെ സസൂക്ഷ്മം മാത്രമേ, വളരെ സൂക്ഷിച്ച് ആലോചിച്ചെടുക്കേണ്ട ചില ഘടകങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ്, പ്രത്യേകിച്ച് അതിർത്തിയിൽ നിയന്ത്രണ രേഖയ്ക്കു സമീപമൊക്കെ പാകിസ്ഥാൻ വലിയ സൈനിക വിന്യാസം നടത്തിയിട്ടുണ്ട്, റഡാറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും ഇന്ത്യയുടെ ഇനിയുള്ള നീക്കം. അതുകൊണ്ട് നാളത്തെ കേന്ദ്രമന്ത്രിസഭാ യോഗം കൈക്കൊള്ളാൻ പോകുന്ന സുപ്രധാന തീരുമാനങ്ങൾക്ക് മുന്നോടിയായാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്ന ഈ ഉന്നതതല യോഗം. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ കൂടി ചെയ്യുന്നുണ്ട്. ശ്രീനാഥ്, ഇപ്പോൾ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ്, അതായത് ഒരാഴ്ച പിന്നിടുന്നു പഹൽഗാം ഭീകരാക്രമണം നടന്നിട്ട്. ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ആദ്യം ഇന്ത്യ പറഞ്ഞില്ല. ഇപ്പോൾ വളരെ സസൂക്ഷ്മം കരുതലോടെ മാത്രമാണ് ഇന്ത്യയുടെ നീക്കങ്ങൾ എന്ന് കാണേണ്ടിയിരിക്കുന്നു. ആ രീതിയിൽ തന്നെയുള്ള യോഗങ്ങൾ ഓരോ ദിവസവും നടക്കുന്നു. ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട യോഗമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്നത്. ഇപ്പോൾ യോഗം തുടങ്ങിയിട്ട് എത്ര സമയമാകുന്നു? എപ്പോൾ നമുക്ക് ഈ യോഗ തീരുമാനങ്ങൾ അറിയാൻ കഴിയും? ശ്രീനാഥ്. പ്രജിൻ, ഏതാണ്ട് യോഗം തുടങ്ങി ഇപ്പോൾ 10-15 മിനിറ്റ് ആവുകയാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് ലോക് കല്യാൺ മാർഗാണ്. 7 ലോക് കല്യാൺ മാർഗ്, അതായത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലാണ്. ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട സൈനിക മേധാവിമാരെല്ലാവരും തന്നെ ഒരുമിച്ച് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കമുള്ളവർ കൂടി ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ മുന്നോട്ട് പോക്ക്, ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന സംഘർഷത്തിൻ്റെ ഒരു ഗതി നിർണ്ണയിക്കുന്നതിൽ നിർണായകമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു യോഗം തന്നെയാണ്. കാരണം നാളെ ഒരിക്കൽ കൂടി രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ചുമതലയുള്ള കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട യോഗമാണ്. കാരണം ഇതിനു മുമ്പ് പഹൽഗാം ആക്രമണത്തിന് ശേഷം നടന്ന ആദ്യ യോഗത്തിൽ എടുത്ത നിർണായകമായ തീരുമാനങ്ങൾ അത് നമുക്കറിയാവുന്നതാണ്. പാകിസ്ഥാൻ എങ്ങനെയാണ് നയതന്ത്ര തലത്തിലൊക്കെ നമുക്ക് വരിഞ്ഞു മുറുക്കാൻ കഴിഞ്ഞത് എന്നത് നമുക്കറിയാവുന്നതാണ്. അതിനുശേഷം പാകിസ്ഥാൻ മറുപടി എന്നോണം അവരുടെ ഭാഗത്ത് നിന്ന് ചില തീരുമാനങ്ങളൊക്കെ എടുത്തതാണ്. ഏതായാലും അതിനോടൊക്കെയുള്ള ഇന്ത്യയുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരിക്കും, ഇനി മുന്നോട്ടുള്ള ഇന്ത്യയുടെ ഈ പ്രതിരോധ രംഗത്തെ മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും എന്ന തീരുമാനമൊക്കെ യഥാർത്ഥത്തിൽ ആ മീറ്റിങ്ങിന് ശേഷമായിരിക്കും, ആ യോഗത്തിന് ശേഷമായിരിക്കും അറിയാൻ വേണ്ടി കഴിയുക. അതിനുശേഷം ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ആദ്യത്തെ ഈ ക്യാബിനറ്റ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പിന്നീട് വിദേശകാര്യ സെക്രട്ടറിയാണ് മാധ്യമങ്ങളെ കണ്ട് ഈ തീരുമാനങ്ങൾ വിശദീകരിച്ചത്. ഏതായാലും ഇപ്പോൾ നടക്കുന്ന യോഗത്തിൻ്റെ തീരുമാനങ്ങൾ ഏതായാലും പുറത്തേക്ക് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം നിർണായകമായ അതീവ
അതീവ രഹസ്യ സ്വഭാവത്തോടെയാണ് ഇപ്പോൾ ഈ യോഗം ചേരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ സൈന്യത്തിൻ്റെ മേധാവിമാർ എല്ലാവരും ഒരുമിച്ചെത്തി പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ അതിന് ആ തരത്തിൽ വലിയ പ്രാധാന്യം തന്നെയുണ്ട്. നമുക്കറിയാം ഇതിനോടകം തന്നെ നമുക്കറിയാം പാകിസ്ഥാനുമായി ഒരു സീസ് ഫയർ ഒരു കരാറുണ്ട്, നമുക്ക് വെടിനിർത്തൽ കരാറുണ്ട്. പക്ഷേ അത് അവസാനിച്ച മട്ടിലാണ്. കഴിഞ്ഞ പഹൽഗാം ആക്രമണത്തിന് ശേഷമുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ അതിർത്തിയിലെ കാഴ്ച നിരന്തരം പാക് പോസ്റ്റിൽ നിന്ന് ഇന്ത്യക്ക് നേരെ വെടിയുതിർക്കുന്നു, ഇന്ത്യ തിരിച്ചവരെ പ്രതിരോധിക്കുന്നുമുണ്ട്. ആ തരത്തിൽ ഒരു വെടിവെപ്പ് നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഇന്ത്യയും പാകിസ്ഥാനും ഇടയിൽ. അതുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ യുദ്ധഭീഷണി പാകിസ്ഥാൻ തന്നെ ഇങ്ങോട്ട് മുഴക്കിയ സാഹചര്യത്തിൽ അതിനോട് നമ്മൾ ഏതു രീതിയിൽ പ്രതികരിക്കണം എന്ന കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഇന്നത്തെ യോഗത്തിലുണ്ട്. പക്ഷേ ആ യോഗ തീരുമാനം എന്ന കണക്ക് ഇന്ന് ഏതെങ്കിലും ഒരു പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ആ പ്രഖ്യാപനം നാളെ ഉണ്ടാകും. നാളത്തെ യോഗത്തിന് മുന്നോടിയായാണ് ഇപ്പോൾ ഈ ചർച്ചകളും മറ്റും മുന്നോട്ട് പോകുന്നത്. ഇന്ന് രാവിലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ സമാനമായ ഉയർന്ന സൈനിക മേധാവിമാർ എല്ലാവരും എത്തിക്കൊണ്ടുള്ള ചർച്ചകൾ നടന്നതാണ്. അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോൾ 7 ലോക് കല്യാൺ മാർഗിൽ ഇപ്പോൾ നടക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രനാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോഴും വളരെ നിർണായകമായ ആ യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.